നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സത്യത്തിൽ ലോകം ഞെട്ടലോടുകൂടി തന്നെയാണ് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ നോക്കുന്നത്. ഇസ്രായേൽ ആണോ തിരിച്ചടിച്ചത്, അതോ ഇസ്രായേലിനെയാണോ തിരിച്ചടിച്ചത്? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യമുണ്ട്. ലോകം ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട്, ഭീകരവാദമെന്ന ആശയത്തെ ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് കഴിയുമെന്ന്. അതൊരു പ്രത്യേക ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയും ഹമാസ് ഭീകരരുടെ ഭീകരത വെളിവാകുന്ന ഒരു രാത്രി തന്നെയായിരുന്നു. ഹമാസ് ഭീകരർ ഇസ്രായേൽ ജനതയ്ക്ക് നേരെ നടത്തിയ കൂട്ടക്കുരുതിയുടെ വാർഷിക ദിനത്തിൽ യമനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായാണ് ഇസ്രായേൽ ചിത്രങ്ങൾ സഹിതം വ്യക്തമാക്കുന്നത്. കരയിൽ നിന്ന് കരയിലേക്ക് പ്രയോഗിക്കുന്ന മിസൈലാണ് ഉപയോഗിച്ചത് എന്നാണ് മിസൈൽ പ്രതിരോധ സംവിധാനം വഴി ഇത് തടഞ്ഞതായും ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. സെൻട്രൽ ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറൻ മുഴങ്ങിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലബനനിൽ നിന്നും വടക്കൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഇപ്പോഴും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം തുടരുകയാണ്. ഇന്ന് മാത്രം 135 റോക്കറ്റുകളാണ് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വന്നത്. വടക്കൻ യമൻ കേന്ദ്രമാക്കിയ ഇറാൻ അനുകൂലികളായ ഹൂതികളാണ് മിസൈൽ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നിഗമനം. കഴിഞ്ഞ മാസം പകുതിയോടെ ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേൽ അതിർത്തിയിലേക്ക് പാരച്യൂട്ട് വഴിയും മറ്റുമിറങ്ങിയ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലികളെ കൂട്ടത്തോടെ വധിച്ചതിന്റെ വാർഷിക ദിനം കൂടിയായ ഇന്നലെയായിരുന്നു ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയത്. 1200-ലധികം ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേരെ ബന്ദികളാക്കുകയും ഒക്കെ ചെയ്തു. ലബനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ കടുത്ത ആക്രമണം നടത്തിയതോടുകൂടിയാണ് പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമായി മാറിയത്. ഹിസ്ബുള്ളയുടെ മുൻനിര നേതാക്കൾ മുഴുവൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ 200ഓളം മിസൈലുകളാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ടത്. പക്ഷെ അപ്പോഴും കൃത്യമായ സമയത്ത് ഉചിതമായ തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ വെറുതെ ആയിരിക്കില്ല. സാധാരണഗതിയിൽ പറഞ്ഞിട്ടടിക്കുക എന്നൊരു തന്ത്രം, എന്നൊരു രീതി അത് ഇസ്രായേലിനെ സംബന്ധിച്ചും മൊസാദിനെ സംബന്ധിച്ചും IDF-നെ സംബന്ധിച്ചും ഉള്ളതാണ്. ഞങ്ങൾ കൃത്യമായ ദിവസം നിങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ആക്രമിക്കും. അതിന് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. പക്ഷേ ചില അമേരിക്കൻ മാധ്യമം അടക്കമുള്ളവർ പറയുന്ന കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ പ്ലാൻ ഇസ്രായേൽ തയ്യാറാക്കി എന്നാണ്. പ്രധാനമായും 3 തരത്തിലൂടെ ആയിരിക്കും ഇറാനെ അവർ അടിക്കുക എന്ന് IDF നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 3 മർമ്മങ്ങൾ നോക്കി അടിക്കുമെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇറാന്റെ പ്രധാന മർമ്മമെന്ന് ഇസ്രായേൽ തന്നെ പറയുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിട്ടുള്ള പ്രധാന ഘട്ടമാണ് അവിടുത്തെ എണ്ണ സമ്പാദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന് പറയുന്നത്. സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാന സമ്പദ് സ്രോതസ്സായിട്ടുള്ള എണ്ണ ഉൽപാദനം തകർക്കുക എന്ന് തന്നെയാണ്. എണ്ണ ഉൽപാദനം തകർക്കാൻ 90% ഇറാന്റെ എണ്ണ ഉൽപാദനം ഒരു ദ്വീപിൽ നിന്നാണ്. ഇറാനിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയായി ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് 483 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടുള്ള ഒരു ദ്വീപാണ്. ആ ദ്വീപിന്റെ പേരാണ് ഖാർക്ക് ദ്വീപ്. ഇതിന്റെ ആകെ വിസ്തീർണം 20 കിലോമീറ്റർ ആണ്. അടുത്തുള്ള തീരപ്രദേശമായ ബുഷേർ പ്രവിശ്യയുടെ ഭരണത്തിൽ ഖാർക്ക് ദ്വീപ് എണ്ണ കയറ്റുമതിയായി ഒരു കടൽ തുറമുഖം നൽകുകയും പേർഷ്യൻ ഗൾഫ് എണ്ണപ്പാടങ്ങളിലേക്ക് ഇറാന്റെ പ്രാദേശിക കടൽ അവകാശവാദങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഖാർക്ക് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഖാർക്ക് ജില്ലയിലെ ഒരേ ഒരു നഗരമാണ് ഇത്. അതായത് ഇവിടെയാണ് സത്യത്തിൽ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഖജനാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറാന്റെ നാഡീഞരമ്പാണ്, ലൈഫ് ലൈൻ ഓഫ് ഇറാൻ എന്നാണ് ഈ ഖാർഗിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ഖാർഗിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാന്റെ 98% എണ്ണ കയറ്റുമതി, ക്രൂഡ് ഓയിൽ കയറ്റുമതി നടത്തുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇവിടെ നിന്ന് തന്നെയാണ് ചൈനയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും എണ്ണ കയറ്റുമതി നടത്തുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഖർക്ക് എന്ന ദ്വീപ് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രധാനമായും ഖർഗിനെ കുറിച്ച് ഇറാനികൾ പറയുന്ന, കാരണം അതിന്റെ ഒരു ഭയം ഉണ്ട്. അതായത് ഈ ഒരു ഖർക്ക് എന്ന ഈ ഒരു ദ്വീപ് ആക്രമിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് പിന്നാലെ തന്നെ ഇറാന്റെ ഓയിൽ മിനിസ്റ്ററായിട്ടുള്ള മൊഹസിൻ അവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, റവല്യൂഷണറി ഗാർഡിന്റെ തലവന്മാരോടൊപ്പമാണ് അദ്ദേഹം അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന തമ്പടിച്ചിരുന്ന പല കപ്പലുകളെയും അവിടെ നിന്ന് സ്ഥാനമാറ്റം നടത്തിയിരുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ട എന്ന് കൃത്യമായ പ്ലാൻ ഇറാൻ തയ്യാറാക്കുന്നുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും തന്നെ ഇറാനെ പെട്ടെന്നൊന്നും ഇസ്രായേൽ അടിക്കുകയില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ദ്വീപിനെ സംബന്ധിച്ചുള്ള അത് അത്രയും പ്രാധാന്യത്തോടു കൂടി, കാരണം ഈ ദ്വീപ് ഇപ്പോൾ ആക്രമിക്കുകയാണ്
നടക്കുകയാണെങ്കിൽ അത് ലോക ജനതയെ ഒന്നാകെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, മറ്റ് രാജ്യങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾ ഇസ്രായേൽ തയ്യാറാക്കി വരുമ്പോൾ അതിനെ ഏത് വിധേനയും തടയിടാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടന്നു വരുന്നത് എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകളും വരികയാണ്. പ്രധാനമായും 90% ഇവിടെ നിന്ന് ഓയിൽ ഷിപ്പിംഗ് ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു തുറമുഖത്തിന്റെ ചെറിയൊരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ സൗഹൃദപരമായി കഴിഞ്ഞു വന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത് അത് ഈ അമേരിക്കയുടെ CIA അംഗങ്ങൾക്കൊക്കെ തന്നെ ഒളിച്ചു വന്ന് താമസിക്കുവാനുള്ള ദ്വീപായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പലതവണയാണ് ഈ ദ്വീപിനെ ഇറാഖ് അടക്കം, അതായത് ഈ ഇറാഖ് അടക്കമുള്ള പല രാജ്യങ്ങളും ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സദാം ഹുസൈൻ പലതരത്തിലാണ് ആക്രമണം നടത്താനായുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കിയത്. പക്ഷെ അതൊക്കെ തന്നെ പാളുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിൽ പൂർണ്ണമായും നശീകരിച്ചു പോയ ഈ ഒരു ഖർക്ക് ടെർമിനൽ അത് പിന്നീടാണ് അത് നേരെയാക്കി വരികയും പൂർണ്ണ പ്രവർത്തനക്ഷമമാക്കി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഖർക്ക് തുറമുഖം ഇസ്രായേൽ ആക്രമിക്കുമോ എന്ന ഭയത്തിൽ തന്നെയാണ് ഇറാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2009 തെക്കൻ ഖർക്ക് ഓയിൽ ടെർമിനൽ വഴി ഇറാൻ 950 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 23 ദശലക്ഷം വരുന്ന ക്രൂഡ് ഓയിലാണ് ഇവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു. US വെബ്സൈറ്റ് ആണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയും ഈ വെബ്സൈറ്റിൽ വരുന്ന വാർത്തകളും അവിടെ ഇപ്പോൾ ഓയിൽ മിനിസ്റ്ററൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഈ ഒരു ഇസ്രായേൽ അടിക്കാൻ പോകുന്നത് ഇനി ഈ ദ്വീപിലേക്ക് ആയിരിക്കാമോ എന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു വിശദീകരണം വന്നതിന് ശേഷം, അതായത് ഇസ്രായേൽ ഈ ഖർക്ക് ദ്വീപ് ആക്രമിക്കാൻ ഏത് നിമിഷം ഒരു പദ്ധതി ഇടുന്നു എന്ന വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും അതായത് ഈ ഓയിൽ മിനിസ്റ്റർ അടക്കമുള്ളവർ കൃത്യമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ ഒന്നും പ്രതികരിക്കാതെ ആൾ പറയുന്നത് ഞാനത് സ്ഥിരമായി നടത്താറുള്ള വിസിറ്റ് മാത്രമാണ് നടത്തിയത് എന്നാണ് പറയുന്നത്. ശരിയാണ്, ഇങ്ങനെ ഒരു വിസിറ്റ് നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന് പ്രതികരിക്കേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു എന്നാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഇറാൻ ഭയക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇസ്രായേലിന് തിരിച്ചടിയത് എപ്പോൾ വേണമെങ്കിലും ആകാം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. 7-ാം തീയതി ആയിരിക്കാമെന്ന് ലോകം ശ്രദ്ധയോടെ കാത്തിരുന്നു. പക്ഷേ ചെറിയ തോതിലുള്ള തിരിച്ചടികൾ മാത്രം സാധാരണഗതിയിൽ എന്നും ഉണ്ടാകുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി കൃത്യമായ സമയം അവർ കാത്തിരിക്കുന്നുണ്ട്. ഇനി അന്ന് തന്നെ ആകാം എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട്. പല ചോദ്യങ്ങളും ഉയരുകയാണെങ്കിലും കണ്ടറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്നത്.